അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. അതുപോലെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ റമദാനും നമ്മിൽ വന്ന് വിട പറഞ്ഞതായി നമുക്ക് അനുഭവപ്പെടും. അതാണല്ലോ നമ്മുടെ അനുഭവം. എന്തിനാണ് നമുക്ക് ഒരു റമദാൻ എന്ന് വരുന്നതിന് മുമ്പ് മനസ്സിലാക്കിയാൽ അത് ഉപകാരപ്പെടും. അതിനുവേണ്ടി അഹ്ലൻ റമദാൻ പരിപാടികളൊക്കെ എമ്പാടും നടക്കാറുണ്ട്. റമദാനിന് സ്വാഗതം. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയാൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ മൂലയിൽ കൂട്ടിയിട്ട ഒരുപാട് മാലിന്യങ്ങൾ കാണാം. പാപമാലിന്യങ്ങൾ, ആത്മീയ മാലിന്യങ്ങൾ. ഒന്നും ചെയ്യാൻ കഴിയാതെ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടുകയാണ്. ഓരോ ദിവസം കഴിയും തോറും പല നിലക്കും ആ മാലിന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതികമായുള്ള മാലിന്യങ്ങൾ വരെ കുന്നുകൂടിയാൽ നശിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. കത്തിക്കാൻ പറ്റൂല. മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് ദഹിക്കില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥയെങ്കിൽ ആത്മീയ മാലിന്യത്തിൻ്റെത് അതിനേക്കാൾ ഭീകരമാണ്. പരദൂഷണങ്ങളായി, കളവായി, ഏഷണിയായി, ലോട്ടറിയായി, പലിശയായി, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മരിച്ചു പോകുന്ന സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു കടുമണി തൂക്കം മാലിന്യം ഇവിടെ വെച്ച് പോകാൻ അനുവദിക്കില്ല. കൊണ്ടുപോയിക്കോളണം. മരിക്കുമ്പോ അതും എടുത്തിട്ട് പോകണം. വേറൊരാളും അത് ഏറ്റെടുക്കുകയില്ല. ഇതാണ് പാപങ്ങളുടെ അവസ്ഥ. എന്നാണ്. ഒരു കടുക് മണിയുടെ തൂക്കത്തിന്റെ അത്ര എവിടെയെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ ചെയ്തു വെച്ച മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ, അതൊക്കെ അല്ലാഹു തആല കൊണ്ടുവരുന്നതാണ്.
അത് തന്നെയാണ് ലുഖ്മാൻ മകനോട് പറഞ്ഞതും. ഭൂമിയിൽ എവിടെയോ, ആകാശത്തിൽ എവിടെയോ, അതല്ലെങ്കിൽ ആരും കാണാത്ത ഏതെങ്കിലും പാറക്കുള്ളിൽ ഒരു കടുക് മണിയുടെ അത്രയാണെങ്കിലും മോനെ അത് അള്ളാഹു കൊണ്ടുവരും എന്ന ഉത്ബോധനം സ്വന്തം മകന് ലുഖ്മാൻ കൊടുത്തത് അതിനു വേണ്ടിയാണ്. ഇനി മരിച്ചതിന് ശേഷം ഇത് ഒഴിവാക്കാനുള്ള വേറൊരു മാർഗം ആരുടെ അടുക്കലെങ്കിലും കൊടുക്കലാണ്. എൻ്റെ അടുത്ത് കുറച്ചുണ്ട്, നീ എടുക്കോ. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖറ. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഒരാളുടെ പാരഭാവവും മറ്റാരും ഏറ്റെടുക്കുകയില്ല. വലൗ കാന ദാ ഖുർബ, അടുത്ത കുടുംബക്കാരനാണ്, വാപ്പയാണ്, മകനാണ്, ഭാര്യയാണ്, മക്കളാണ്, ആരും എടുക്കൂല. അവനവൻ്റെത് അവനവൻ തന്നെ കൊണ്ടുപോകണം. ഈ രൂപത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ, പാപങ്ങൾ നമുക്കുണ്ടായിരുന്നിട്ട് അതിനെ നശിപ്പിക്കാനുള്ള യാതൊരു പരിപാടികളും ആസൂത്രണം ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ജീവിതം എന്താണ്? നമ്മൾ വീടുണ്ടാക്കുകയാണ്, അതുപോലെ കുടുംബം പോറ്റാണ്, ജോലി ചെയ്യുകയാണ്, അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപങ്ങൾ പാപങ്ങളായിട്ട് അവിടെ കിടക്കുന്നു. ഒരു ദിവസം നമ്മളെ തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പാപഭാരങ്ങളോടുകൂടി മണ്ണിലങ്ങ് കൊണ്ടാക്കും. ഇതാ നമ്മളെ അവസ്ഥ. എല്ലാവരും ഈ രൂപത്തിലാണ്. അങ്ങനെ മരിച്ചു പോകുമ്പോ എന്ത് ചെയ്യും സഹോദരങ്ങളെ? ഈ പാപങ്ങൾ അതിന് അല്ലാഹു തആല ഒരു ചെലവുമില്ലാതെ, വലിയ അധ്വാനമൊന്നുമില്ലാതെ ആ പാപങ്ങൾ മുഴുവനും പൊറുപ്പിക്കാനായി നമുക്ക് തരുന്ന മാസമാണ് റമളാൻ മാസം. അങ്ങനെ റമളാൻ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു പാപവുമില്ലാത്ത പുതിയ മനുഷ്യനായി പുറത്തിറങ്ങണം. അതിനാണ് അഅ്മാലു സാലിഹ. നോമ്പ് മാത്രമല്ല, ഹജ്ജും അതിനാണ്. ഉമ്മ പെറ്റ മകനെ പോലെ പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഒരു പാപവുമില്ലാതെ പുറത്തിറങ്ങാൻ. അഅ്മാലു സാലിഹ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അഅ്മാലു സാലിഹ നമ്മെ എടുത്തു കൊണ്ടുപോകും ആഖിറത്തിലേക്ക്. അത് നമുക്കൊരു വാഹനമായിരിക്കും. എന്നാൽ നാം ചെയ്ത പാപങ്ങളോ അത് നമ്മൾ എടുത്തുകൊണ്ടോണം. വലിയ ഭാരാണ്, വലിച്ചാ പോരൂല. അപ്പൊ ഫ്രീ ആയി ഒന്ന് കയ്യും വീത് സന്തോഷത്തില് മഹ്ശറയിലേക്ക് പോകണമെന്ന വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഈ പാപമാലിന്യങ്ങൾ മുഴുവനും കത്തിച്ചു കളയണം, കരിച്ചു കളയണം. അതിനാണ് റമളാൻ. റമളാനിന്റെ വാക്കർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. എന്താ കരിക്കുന്നത്? മനുഷ്യന്റെ പാപങ്ങൾ കരിച്ചു കളയാൻ അല്ലാഹു തആല നമുക്ക് നൽകിയ റഹ്മത്തിന്റെ തൗബയുടെ മാസമാണ് റമളാൻ മാസം. അതിന് മാനസികമായി നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ റമളാൻ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടൂ. അല്ലെങ്കിൽ അതുപോലെ പതിവ് പോലെ ഒരു റമളാൻ വരും, അതങ്ങ് കഴിഞ്ഞു പോകും, നമുക്കൊരു മാറ്റം ഉണ്ടാവൂല. അഅ്മാലു സാലിഹയുമായി പോകണം നമുക്ക് ആഖിറത്തിലേക്ക്. അൽ അമലു സാലിഹ്, സാലിഹ് എന്ന് പറഞ്ഞാൽ പറ്റിയത്, ചേർന്നത്, ചേർന്ന പ്രവർത്തനം. എന്തിന് ചേർന്ന പ്രവർത്തനം? എന്തിന് ചേർന്ന പ്രവർത്തനം? യസ്ലുഹു ലിൽ അർളി അലല്ലാഹ്, അല്ലാഹുവിങ്കൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന അഅ്മാലുകൾ, പ്രവർത്തനങ്ങൾ, അതും കൊണ്ട് പോകണം. ഒരു അമല് അള്ളാന്റെ അടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റണമെങ്കിൽ രണ്ട് നിബന്ധനകൾ ഒക്കണം. ഒന്ന്, ഇഖ്ലാസോടുകൂടി ചെയ്യണം. റിയാ ഉണ്ടാകാൻ പാടില്ല, ലോകമാന്യം പാടില്ല, ശിർക്ക് പാടില്ല. കറ കളഞ്ഞ ഇഖ്ലാസ്, അള്ളാഹ്ക്ക് മാത്രം ചെയ്തതാകണം. രണ്ട്, അതിന്റെ ഒറിജിനൽ കമ്പനി, അതിന്റെ സീല് വേണം. അതാണ് സുന്നത്ത് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഈ രണ്ട് നിബന്ധനകളൊത്ത അഅ്മാലുകൾക്ക് മാത്രമേ അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ളൂ. അല്ലാതെ എനിക്ക് നല്ലതായിട്ട് തോന്നി, അല്ലെങ്കിൽ എൻ്റെ മഹല്ലിലെ ഇമാമിന് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് അമല് നന്നാവൂല. അമല് നന്നാകണമെങ്കിൽ ചെയ്യുന്നത് ഇഖ്ലാസ് വേണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുമാകണം. ആ അഅ്മാലു സാലിഹയുമായി പോകണം. തെറ്റുകുറ്റങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് പൊറുപ്പിച്ചു കളയണം.
നമ്മുടെ നോമ്പിന് പാപങ്ങൾ പൊറുപ്പിക്കാൻ മാത്രമുള്ള ചൂടുണ്ടാകണം, പാപങ്ങളെ കരിച്ചു കളയാനുള്ള കരുത്തുണ്ടാകണം. അല്ലെങ്കിലോ പാപങ്ങൾ റമളാനിനെ കരിച്ചു കളയും. അങ്ങനെയാണല്ലോ, വലിയ കട്ടിയുള്ള വറക, അത് കത്തിക്കാൻ ഒരു കടലാസ് കത്തിച്ച് കാട്ടി, അതുകൊണ്ട് കത്തൂ ഇല്ല, ഒന്ന് തീ പിടിച്ചാൽ തന്നെ ചീഞ്ഞു നാറും. കത്തിച്ചു കളയാനുള്ള കട്ടി റമളാനിനുണ്ടാകണം, അല്ലെങ്കിൽ റമളാനിനെ പാപങ്ങൾ നശിപ്പിക്കും. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരുപാട് നോമ്പുകാരുണ്ട്, അവർക്ക് വിശപ്പും ദാഹവും മാത്രമാണ് നോമ്പ് കൊണ്ട് ലഭിക്കുന്നത്. കാരണം അവരുടെ നോമ്പിന്റെ ചൈതന്യം പാപങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഗീബത്തും നമീമത്തും കളവും പരദൂഷണവും ഒക്കെ ഓന്റെ നോമ്പിന്റെ ചൈതന്യം നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നോമ്പ് നല്ല കരുത്താർജിക്കണം, പാപങ്ങൾ കരിക്കാൻ മാത്രമുള്ളതാകണം. അതെങ്ങനെയാകുക? അതെങ്ങനെ മനസ്സിലാകുക? അതിന് 2-3 നിബന്ധനകൾ പറഞ്ഞു തന്നു. പല ആളുകളും നോമ്പിന് കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കും. നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാലോ, നോമ്പിന് ഇതൊന്നും വേണ്ട, നോമ്പിന് ലോട്ടറി എടുക്കണ്ട, നോമ്പിന് പലിശ വാങ്ങണ്ട, ഇനി നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാലോ എന്ന് തീരുമാനിച്ചാൽ അവന്റെ നോമ്പ് ചീഞ്ഞു നാറും. കാരണം ആ കുറ്റം അവസാനിപ്പിക്കാൻ അവൻ തയ്യാറായിട്ടില്ല, അവന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ തയ്യാറായിട്ടില്ല. ഒന്നാമത്തെ നിബന്ധന അതാണ്. എന്നിട്ട് നോമ്പ് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വെറുതെ പട്ടിണി ഇറന്നിട്ട് എന്താന്നാ റസൂലുള്ളാഹി ചോദിക്കുന്നത്. എന്നിട്ട് നോമ്പ് വെച്ചാൽ മതി. ആ തീരുമാനമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, എന്നിട്ടോ ചെയ്തു പോയതിൽ ഖേദിക്കുക, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. തീർച്ചയായും അവന്റെ പാപം കരിഞ്ഞു പോകും, അല്ലാഹു തആല പുറത്തു തരും. അതിനാണ് അർക്കാനു തൗബ, തൗബയുടെ റുക്നുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ റസൂലുള്ളാഹി മദീനത്തെ മിമ്പറിൽ കയറുമ്പോ 3 ആമീൻ ചൊല്ലിയത്. അതിലൊരു ആമീൻ റമളാനിന്റെ ആമീനായിരുന്നു. ദുആ ചെയ്തത് ജിബ്രീല. ഒരാൾക്ക് റമളാൻ കിട്ടി, വലം യുഗ്ഫർ ലഹു, അവന് പൊറുക്കപ്പെട്ടില്ല. അവന്റെ റമളാൻ പാപം പൊറുപ്പിക്കാൻ കരുത്തുള്ള റമളാനായില്ല. എന്നാൽ ഫദഖലൻ നാർ, അവൻ നരകത്തിൽ കടക്കട്ടെ. അങ്ങനെ അവൻ നരകത്തിൽ കടന്നു. ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അവനെ ദൂരത്താക്കട്ടെ എന്നതാണ് പ്രാർത്ഥന. എന്തിൽ നിന്നാ ദൂരത്താക്കുന്നത്? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്. എന്താണ് ആ പറഞ്ഞത്? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരത്താക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നത്, പാപം കരിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ഇവിടെ വെച്ച് തൗബ ചെയ്താൽ അല്ലാഹു തആല പാപം പൊറുത്തു തരുന്നത് അവന്റെ റഹ്മത്താ. ഇനി ആ റഹ്മത്ത് കൊണ്ട് പാപം പൊറുക്കുന്നില്ലെങ്കിൽ പിന്നെ ആഖിറത്തിലെത്തിയാൽ റഹ്മത്ത് കൊണ്ട് പൊറുക്കൂല, അദാബ് കൊണ്ടാണ് അതിനെ കരിച്ചു കളയുക. അതിനാ നരകത്തിലിടുന്നത്. ഇടാതെ നിവൃത്തിയില്ല. ഈ മാലിന്യം കത്തിക്കാതെ നിവൃത്തിയില്ല. ഈ മാലിന്യം കത്തിക്കുന്ന സമയത്ത് നാളെ പരലോകത്ത് വെച്ച് മാലിന്യം മാത്രമല്ല, അത് ചെയ്ത മനുഷ്യനെയും ഒന്നിച്ചാണ് നരകത്തിലിടുന്നത്. അപ്പൊ ആഖിറത്തില് മാലിന്യം കത്തിക്കുന്നത് അദാബ് കൊണ്ടാ, അള്ളാഹുവിന്റെ നരകം കൊണ്ടാണെങ്കിൽ ദുനിയാവിൽ വെച്ചത് കത്തിക്കുന്നത് അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാ. ഇവിടെ അവന് ശിക്ഷിക്കുന്നില്ല. ഇതാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫർ. റമളാൻ മാസത്തിൽ വേണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് റമളാൻ മാസത്തെ നമുക്ക് സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത വ്യക്തി കോടതിയിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇനി ചെയ്യൂല, അതുകൊണ്ട് ചെയ്തത് മാപ്പാക്കണം, ഒരു കോടതിയും അവനെ കുറ്റമുക്തനാക്കുകയോ വെറുതെ വിടുകയോ ചെയ്യില്ല, ശിക്ഷ കൊടുക്കും. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് മനസ്സ് തുറന്നുള്ള പറച്ചിലായിരിക്കണം. ഞാൻ തിരുത്തി, ഇനി എന്നെ ആ വഴിക്ക് കാണില്ല എന്ന് റബ്ബിന് വാക്ക് കൊടുത്താൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്.
അള്ളാഹു മനുഷ്യനെ അതുപോലെ മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടികളെ പടച്ചതിന് ശേഷം അവന്റെ അർശിൽ എഴുതി വെച്ചത് തന്നെ ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി എന്നാണ്. എന്റെ കാരുണ്യം എന്റെ വെറുപ്പിനെ അതിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ മനുഷ്യൻ ഒന്നും ചെയ്യണമെന്നില്ല. ഒന്നും ചെയ്യാതെ തന്നെ അവന് കാരുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാരുണ്യങ്ങൾ അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവന്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹുവിന്റെ വെറുപ്പ് അത് മനുഷ്യരുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ തെറ്റിനേക്കാൾ അള്ളാഹുവിന്റെ വെറുപ്പിനേക്കാൾ എത്രയോ വലുതും എത്രയോ വിശാലമായതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ മാസം വന്നുകൊണ്ട് നമ്മോട് പറയുകയാണ്, പാപികളായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ നല്ലൊരവസരം ലഭിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാൻ. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ വെറുപ്പല്ല, അവന്റെ റഹ്മത്താണ്, അവന്റെ കാരുണ്യമാണ്, അവന്റെ മഗ്ഫിറത്താണ്. ആ മഗ്ഫിറത്ത് ലഭിക്കാൻ നമ്മൾ ഈ മാസം ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന നല്ല നോമ്പുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നു. അവരുടെ ക്യാമ്പസുകളിൽ ശരീരവും ബുദ്ധിയും നശിപ്പിക്കുന്ന ലഹരിയും, ഒരു ഭാഗത്ത് ആത്മീയതയെ കാർന്നു തിന്നുന്ന നാസ്തികതയും ഒരുപോലെ ഭീഷണി മുഴക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനം ഈ രണ്ട് അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് എതിരെ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി എം അക്ബർ സാഹിബ് നയിക്കുന്ന ISM സംഘടിപ്പിച്ച നാസ്തികതയുടെ തെരുവു വിചാരണ ഇന്ന് മുയിപ്പോത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഇതൊരു വലിയ സംഗതി തന്നെയാണ്, നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഈ നാസ്തികതയുടെ പ്രധാന ഇര ഇസ്ലാമാണ്. ദൈവമില്ല എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ആയിരുന്നു, അല്ലെങ്കിൽ 3 ദൈവമുണ്ട് എന്ന് പറയുന്നവരെയാണ്. അവരൊന്നും ഇവർക്ക് വേണ്ട, അവരൊന്നും ഇവരുടെ ഇരകളല്ല. ഏകദൈവ വിശ്വാസികളാണ് ഇവരുടെ ഇരകൾ. ഇരിക്കട്ടെ, നമുക്ക് ജയിക്കാം. ജയിച്ച പാരമ്പര്യമേ തൗഹീദിനുള്ളൂ. നമുക്കറിയാം, അന്ന് ബാബിലോണിയയിൽ 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പടനായകൻ, ഒരു സമര പോരാളി, ആ സമര പോരാളിയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തന്റെ 16ാമത്തെ വയസ്സ് തുടങ്ങിയതാ. പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം കൈകൊണ്ട് വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുകയും അതിനെ പൂജിക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല. ഇത് ചൂഷണമാണ്, ആത്മീയ ചൂഷണമാണ്.
വീട്ടിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞ് പുറത്തേക്കിറക്കിയ ആ ചെറുപ്പക്കാരൻ അടങ്ങി നിന്നില്ല. നാട്ടുകാരോട് പറഞ്ഞു ഇതൊന്നും ശരിയല്ലെന്ന്. പക്ഷേ അവർ ഇബ്രാഹിമിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നിന്റെ വാപ്പ മരിച്ചാൽ നീയാണ് ആ മേഖല കൈകാര്യം ചെയ്യേണ്ടത്. നമ്രൂദിന്റെ കൊട്ടാര പൂജാരിയാണ് നിന്റെ വാപ്പ. നമ്രൂദ് എന്ന് പറഞ്ഞാൽ തന്നെ അറബി ഭാഷയിൽ തമറദ എന്ന ആ വാക്കിന്റെ ഒരർത്ഥം അതിനുണ്ട്. അവന്റെ യഥാർത്ഥ പേരല്ല നമ്രൂദ്, മറിച്ച് അവന്റെ ആദർശം കൊണ്ട് അതല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം കൊണ്ട് അവന് വന്നു ചേർന്നൊരു പേരാണ്. മഹാധിക്കാരിയാണ്, മഹാ അഹങ്കാരിയാണ്. അവന്റെ വാപ്പാനെ തന്നെ കൊന്നിട്ട് അധികാരത്തിലേറിയവനാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ നമ്രൂദിന്റെ കൊട്ടാര പൂജാരിയായ ആസർ ഇബ്രാഹിമിന്റെ പിതാവാണ്. ഖുർആൻ തന്നെ അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ആ ആസറിനോടും നമ്രൂദിനോടും ഏറ്റുമുട്ടേണ്ടി വന്നു 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരന്. അദ്ദേഹം എന്ത് ചെയ്തു? അവരുടെ ആരാധ്യ വസ്തുക്കൾക്കൊന്നും തന്നെ യാതൊരു കഴിവുമില്ല എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എല്ലാം തച്ചുടച്ചിട്ട് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ മഴുകെട്ടി തൂക്കിയത് നമുക്കറിയാം. അവർ വിചാരണ ചെയ്തു ഇബ്രാഹിമിനെ. ഇബ്രാഹിം പറഞ്ഞു, ഇദ്ദേഹമാകാം അത് ചെയ്തത്, അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ ആയുധമുള്ളത്. അവർ പറഞ്ഞു, ഇദ്ദേഹം സംസാരിക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ ഇബ്രാഹിം? ഇബ്രാഹിം അവരോട് പറഞ്ഞു, സ്വന്തത്തിന് വരെ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഇതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇത് തികച്ചും തെറ്റാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇബ്രാഹിമിനെ കത്തിച്ചു കളയാൻ അവർ തീരുമാനിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ഉറച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ കഴിവും ഈ വിഗ്രഹങ്ങളുടെ കഴിവുകളും ഇവർക്ക് ബോധ്യപ്പെടാനുള്ള അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു ഇബ്രാഹിമിന്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉറച്ചു നിന്നപ്പോ അവിടെ വലിയ വിറക് കൊണ്ടുവന്ന് തീ കൂട്ടി. 1-2 ദിവസത്തെ പരിപാടിയും പദ്ധതിയുമല്ല. അന്നുള്ള സ്ത്രീകൾ നേർച്ചയാക്കുമായിരുന്നു, എന്റെ ഇന്ന കാര്യം നടന്നാൽ ഇബ്രാഹിമിനെ കത്തിക്കാനുള്ള വിറക് കുണ്ടത്തിലേക്ക് ഒരു കെട്ട് വിറക് ഈ രൂപത്തിൽ നേർച്ചയാക്കിയിട്ട് അതിന് തീ കൊടുത്ത് ആളിക്കത്തി പാളി പടർന്നപ്പോ സർവചരാചരങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു എന്ന തഫ്സീറുകളിൽ കാണുന്നത്, ഈ തീ ഞങ്ങൾ അണച്ചോട്ടെ എന്ന്. ഭൂമി ചോദിക്കുന്നു, ഞങ്ങൾ അണക്കട്ടെ. കടല് ചോദിക്കുന്നു, ഞങ്ങൾ അണക്കട്ടെ. അള്ളാഹു പറഞ്ഞു പോലും, ഇല്ല, നിങ്ങളെ കൊണ്ടൊന്നും ഇടപെടിക്കാൻ ഇബ്രാഹിം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇബ്രാഹിം പറയട്ടെ, എന്നിട്ട് സമ്മതം തരാം. വില്ലുംകണിയിൽ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചു വിടാൻ വേണ്ടി കുലച്ചു പിടിച്ചപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞു നോക്കി, ഇബ്രാഹിം വല്ല സഹായവും വേണോ? ജിബ്രീലിനോട് പറഞ്ഞു, അമ്മായിലൈക ഫലാ, ഇപ്പോൾ നിന്റെ സഹായം ആവശ്യമില്ല, എങ്കിൽ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യൂ ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, എന്റെ അവസ്ഥ അറിയുന്ന റബ്ബിനോട് ഞാൻ എന്ത് ചോദിക്കാനാ? എല്ലാം കാണുന്നവനല്ലേ. ഈ കാണുന്ന ചരാചരങ്ങളെ മനുഷ്യവർഗത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ സംസാരിക്കുമ്പോ എന്നോട് ദയ കാണിക്കാതെ, കാരുണ്യം കാണിക്കാതെ എന്നെ ചുട്ടുകളയാൻ തീ കത്തിച്ചവരല്ലേ ഇവർ? ഇതെല്ലാം അല്ലാഹ് കാണുന്നില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇബ്രാഹിം പറഞ്ഞു, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, അല്ലാഹ് മതി, അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ തീ കുണ്ടാരത്തിൽ പോയി വീണ് തീ ആളിക്കത്തിയപ്പോ ആളുകൾക്കൊക്കെ സമാധാനമായി. ആകെ നാട്ടിലുള്ള ഒരു ശല്യം ഇബ്രാഹിമായിരുന്നു. ഇബ്രാഹിം തന്നെ പറയുമായിരുന്നു, മുകളിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ, വാനലോകത്ത് നീ തനിച്ചാണ്, ഭൂമി ലോകത്ത് ഞാനും തനിച്ചാണ്. വാനലോകത്ത് ആരാധ്യനായി നീ മാത്രം,
ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കണമെന്ന് പറയുന്നവനായി ഞാൻ മാത്രം. അതായിരുന്നു ഇബ്രാഹിമും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം, ആ ഖുർബ, ആ സ്നേഹബന്ധം. ഖലീലുള്ളാഹ്, അല്ലാഹുവിന്റെ ഖലീലാക്കി ഇബ്രാഹിമിനെ. അങ്ങനെ തീ ആളിക്കത്തിയപ്പോൾ നമ്രൂദിനും സമാധാനം കത്തിപ്പോയല്ലോ. അദ്ദേഹം വീട്ടിലേക്ക് പോയി. ദിവസങ്ങളോളം നിന്ന് കത്തിയിട്ട് അവസാനം നമ്രൂദ് കാണാൻ വരുന്ന രംഗമുണ്ട്. ആ കനൽ കൂനയുടെ മുകളിൽ ഒരു തല കണ്ടപ്പോ നമ്രൂദിന് സംശയം. നമ്രൂദ് വിളിച്ചു, ഇബ്രാഹിം. അവിടെ വെച്ച് ഇബ്രാഹിം വിളി കേൾക്കുകയാണ്. നിനക്ക് എഴുന്നേൽക്കാമോ? അതെ, എനിക്ക് എഴുന്നേൽക്കാം. എഴുന്നേറ്റ് നിൽക്കുന്നു. തുണിക്ക് പോലും പോറലേറ്റിട്ടില്ല. കനലിന്റെ മീതെ നടന്നു വന്നു ഇബ്രാഹിം. ഈ സംഭവം കണ്ടിട്ട് മുസ്ലിമായതാണ് സാറ. ഈ സംഭവം കണ്ടിട്ട് തൗഹീദ് സ്വീകരിച്ചതാണ് ലൂത്ത്. സാറ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതൃ സഹോദരന്റെ മകളാണ്. ലൂത്താകട്ടെ തന്റെ സഹോദരൻ ഹാറാന്റെ മോനുമാണ്. അവര് തൗഹീദ് ഉൾക്കൊണ്ടു. നമ്രൂദിന് വരെ തോന്നിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം, നിന്റെ ദൈവം വല്ലാത്ത ദൈവം തന്നെ, ഞാനും ഒരു കുർബാന നടത്തിക്കോട്ടെ നിന്റെ ദൈവത്തിന്. ഇബ്രാഹിം പതറിയില്ല. ഇബ്രാഹിം നമ്രൂദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ കുർബാന എന്റെ അല്ലാഹു സ്വീകരിക്കില്ല. സ്വീകരിക്കണമെങ്കിൽ ശിർക്ക് ഒഴിവാക്കിയിട്ട് തൗഹീദിലേക്ക് വരണം. ഇഖ്ലാസുള്ള തൗഹീദുള്ള അഅമാലുകൾ മാത്രമേ എന്റെ ഇലാഹ് സ്വീകരിക്കുകയുള്ളൂ എന്ന് അവിടെ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹം പടുത്തുയർത്തിയ ആ തൗഹീദിന്റെ മന്ത്രധ്വനികളാണ് ലോകത്ത് വ്യാപിച്ചത്. അതൊന്നടങ്ങിപ്പോയപ്പോ അതിനെ പുനരുദ്ധരിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ വാക്താക്കളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് എത്ര തന്നെ കുഫർ വലുതായാലും ശിർക്ക് വലുതായാലും തൗഹീദിന്റെ ശബ്ദം അത് തൗഹീദിന്റെ ശബ്ദമാണ്. നമ്മൾ അതിന് കൂടെ ഉണ്ടാകണം, സഹകരിക്കണം. എല്ലാ വിധത്തിലുള്ള ദഅവാ പ്രവർത്തനത്തിനും സഹായികളായി നമ്മൾ വർത്തിക്കണം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. കടങ്ങളെല്ലാം വീട്ടി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മറ്റ് പലവിധ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. നിനക്കറിയാം, എല്ലാം പരിഹരിച്ചു തരണേ റഹ്മാനെ. ആരോഗ്യ പ്രശ്നമുള്ള പല രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ മഹല്ലിൽ തന്നെയുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ തന്നതിന് ബറക്കത്ത് നൽകണേ റഹ്മാനെ. നല്ല രീതിയിൽ റമളാനിനെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. റമളാനോട് കൂടി നല്ലൊരു പരിവർത്തനം ഞങ്ങളിൽ ഉണ്ടാക്കി തരണേ റഹ്മാനെ. ആത്മാർത്ഥമായി തൗബ ചെയ്ത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. യാതൊരു തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ മരണപ്പെട്ടു പോകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.